സാരംഗ് സുധാകരനിലേക്ക് ഒന്ന് പോകണം. തെക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ വലിയ ആവേശത്തിലായിരുന്നു കൊട്ടിക്കലാശം. നമ്മൾ വട്ടിയൂർക്കാവിലും അരുവിക്കരയിലും തിരുവനന്തപുരം സെൻട്രലിലുമൊക്കെയുള്ള സ്ഥാനാർത്ഥികളുടെ ആവേശം നമ്മൾ കണ്ടതാണ്. പ്രവചനാതീതമായ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. 3 മുന്നണികളും പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത്രയും ദിവസത്തെ വലിയ പ്രചണ്ഡമായ പ്രചാരണത്തിന് ശേഷം ഇന്ന് എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ? ആരെങ്കിലുമായി സംസാരിക്കാൻ പറ്റിയോ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെ ആയിരിക്കും. അതിനുള്ള എന്തൊക്കെ പദ്ധതികൾ 3 മുന്നണികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്? രഞ്ജിത്ത്, തീർച്ചയായും ഇന്നത്തെ ഒരു ദിവസം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അതും നിശബ്ദ പ്രചാരണമാണ്. അതിൽ പ്രധാനമായും ഈ സാമുദായിക നേതാക്കളായിക്കോട്ടെ നേരിട്ട് എത്താൻ കഴിയാത്ത പല സ്ഥലങ്ങളുമുണ്ട്. കാരണം ചുരുങ്ങിയ ദിവസം മാത്രമാണ് ലഭിച്ചിരുന്നത് പ്രചാരണത്തിനും ഈ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങാനടക്കം. അതുകൊണ്ട് ഫോൺ മുഖാന്തരം അടക്കം അവരെ ബന്ധപ്പെടുക, ഒപ്പം വലിയ രീതിയിലുള്ള ചെറിയ ഭാഗങ്ങളിലേക്ക് അടക്കം എത്താൻ ശ്രമിക്കുക എന്നടക്കമുള്ള രീതിയിലാണ് ഇവിടെ പ്രധാനമായും പ്രചാരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ. അതിനൊപ്പം തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്താൻ വേണ്ടി ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കുക. ഒപ്പം ഈ ഒരു EVM മെഷീനുകളുടെ വിതരണം ഇന്ന് 8 മണിക്ക് ആരംഭിക്കും. അതായത് 14 മണ്ഡലങ്ങളിലെയും EVM വിതരണം, അതായത് പല ബൂത്തുകളിലേക്കുമുള്ള EVM വിതരണം പല കേന്ദ്രങ്ങളിലായി സ്കൂളുകളിലും മറ്റുമായിട്ടുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് വിതരണം നടക്കും. അതിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ന് തെരഞ്ഞെടുപ്പ് വിളംബര ജാഥ വൈകുന്നേരം 5 മണിക്ക് നടത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം രത്തൻ യു ഖേൽക്കർ അടക്കം നേരിട്ടിറങ്ങി പരമാവധി വോട്ടർമാർ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഇതിൽ പങ്കാളികളാകണമെന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം ക്യാമ്പയിൻ അടക്കം നടത്തിയിരുന്നു. അതിനു വേണ്ടി പല രീതിയിലുള്ള ക്യാമ്പയിൻ പരിപാടികളടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് തെരഞ്ഞെടുപ്പ് വിളംബര ജാഥയും ഒപ്പം തന്നെ EVM മെഷീനിൻ്റെ വിതരണവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായി നടക്കുക. അതിനൊപ്പം തന്നെ ഇന്ന് വി മുരളീധരൻ അടക്കമുള്ള പലരും ഇന്ന് ജനങ്ങളിലേക്ക് നേരിട്ട് സംവദിക്കാനടക്കം ഈ ഒരു ജനങ്ങളിലേക്ക് അടക്കം ഇറങ്ങും. രഞ്ജിത്ത്, സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. KV ബൈജു കാസർഗോട്ട് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ വായിച്ചു തരും. ബൈജു, കാസർഗോട്ടെ കാര്യങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവർ പ്രചരണ രംഗത്തുണ്ട് എന്നുള്ളതാണ്. നിശബ്ദ പ്രചരണ ദിവസമാണ്. എന്തൊക്കെയാണ് പദ്ധതികൾ? കാസർഗോട്ടും മഞ്ചേശ്വരത്തുമൊക്കെ കേരളം കാത്തിരിക്കുന്ന റിസൾട്ടുകൾ വരേണ്ട മണ്ഡലങ്ങളാണല്ലോ. തീർച്ചയായും രഞ്ജിത്തെ, കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത എന്നൊക്കെ പറയാം. അത്തരത്തിൽ നിശബ്ദ പ്രചരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ അവസാന വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. വിട്ടുപോയവരെ കാണുക, വീണ്ടും അവസാനമായി കാണുക, പ്രമുഖ വ്യക്തികളെയൊക്കെ കാണുക, അത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്തായാലും വലിയ തോതിൽ കാടിളക്കിയുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നത്. ദേശീയ നേതാക്കളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം ഇനി ഒറ്റ രാത്രി മാത്രം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് വളരെ പ്രധാനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന BJPക്ക് വിജയ സാധ്യതയുള്ള 2 മണ്ഡലങ്ങളുള്ള ജില്ലയാണ് അത്. മഞ്ചേശ്വരത്തും കാസർഗോഡുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് BJP മഞ്ചേശ്വരത്താണ്. പക്ഷെ അതേസമയം തന്നെ UDFും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും K സുരേന്ദ്രൻ ഇന്നലെ തന്നെ ഇവിടെ നിന്നും പോയിരുന്നു. കാരണം അദ്ദേഹത്തിന് കാസർഗോഡ് ജില്ലയിൽ വോട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ വലിയ തോതിലുള്ള ഒരു കൊട്ടിക്കലാശം ഇന്നലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാണാൻ സാധിച്ചില്ല. അതേസമയം കാസർഗോഡ് വലിയ തോതിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അത് 3 മുന്നണികളും ശക്തമായ പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ, കാസർഗോഡ് മണ്ഡലത്തിൽ അങ്ങനെയായിരുന്നു കൊട്ടിക്കലാശം ഉണ്ടായത്. ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും LDFന്റെ വലിയ കുത്തക മണ്ഡലങ്ങളാണ് ഇതിൽ. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും ഇവിടെ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ? സന്ദീപ് വാര്യർ എത്തിയതോടുകൂടി തൃക്കരിപ്പൂറും വലിയ തോതിലുള്ള ഒരു ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. വലിയ പ്രതീക്ഷ ഇത്തവണ UDFനുള്ള ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വലിയ തോതിൽ പരസ്യ പ്രചാരണം ഉണ്ടായ, വലിയ തോതിൽ പ്രചാരണം ഉണ്ടായ ഒരു ജില്ല. ആ ജില്ലയിൽ ഇത്തരത്തിൽ നിശബ്ദ
നിശബ്ദമായ പ്രചരണത്തിലേക്ക് ഇന്ന് കടക്കുന്നു. കൂടുതൽ ആളുകളെ ഇന്ന് കാണാനുള്ള ഒരു ഓട്ട പാച്ചിലായിരിക്കും എല്ലാ സ്ഥാനാർത്ഥികളും ഉള്ളത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായുള്ള ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രിയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകളും അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ട്. അവിടെയെല്ലാം വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ സുരക്ഷാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ശക്തമായ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, അതോടൊപ്പം ഈ UDF വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഉദുമയും തൃക്കരിപ്പൂറും, ഇങ്ങനെ രാഷ്ട്രീയ കേരളം വലിയ ചർച്ച ചെയ്ത ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു ജില്ലയാണ്. എന്തായാലും ഇനി അവസാനമായും ഓരോ ആളുകളെയും കാണാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അവസാനവട്ട പ്രചരണം അത് നടക്കുകയാണ്. ഇന്നൊരു ദിവസം കൂടി മാത്രമാണ് വോട്ടുറപ്പിക്കാൻ ബാക്കിയുള്ളത് സ്ഥാനാർത്ഥികൾക്ക്. അതിനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് അവരെന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.